ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താമര ട്യൂബർ ബൗൾ ലോട്ടസ് അത് എങ്ങനെയാണ് മീൻ ചട്ടിയുടെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ എങ്ങനെയാണ് വെക്കണതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ ട്യൂബർ കുറച്ച് പേര് മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് ചെറിയ ബൗളിൽ വെക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ട്യൂബറിൻ്റെ ഗ്രോത്ത് ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് ടിപ്പ് നന്നായി കൂർത്തിരിക്കും. ഈ ഗ്രോത്ത് ടിപ്പ് ഇല്ലാതെ നമുക്ക് നടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ട്യൂബർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഗ്രോത്ത് ടിപ്പ് എവിടെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഗ്രോത്ത് ടിപ്പ് ഇല്ലാത്ത ട്യൂബറാണെങ്കിൽ അത് മുളയ്ക്കില്ല, പിന്നെ അത് അത്ര നല്ല ട്യൂബറായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രോത്ത് ടിപ്പ് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഈ ഒരു ട്യൂബറിൻ്റെ ഗ്രോത്ത് ടിപ്പ് എവിടെയൊക്കെ ഇപ്പോൾ ഈ ട്യൂബറിൻ്റെ 5 ഗ്രോത്ത് ടിപ്പെങ്കിലും കാണും. അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കുക. കാരണം ആ ഗ്രോത്ത് ടിപ്പിൻ്റെ മീതെ നമ്മൾ മണ്ണിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ട്യൂബർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും ഗ്രോത്ത് ടിപ്പ് ഒടിഞ്ഞുണ്ടോയെന്നും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എല്ലുപൊടി നമ്മളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ വെള്ളം നിൽക്കണ ഒരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ചെറിയ പാത്രം ആയിക്കോട്ടെ, അത് വെള്ളം നിൽക്കണ പാത്രമായിരിക്കണം. അപ്പോൾ ആ പാത്രത്തിൽ എന്തോരം വലിപ്പമുണ്ട്, എന്തോരം ആഴമുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് എല്ലുപൊടി, ഉണക്കച്ചാണകം, അത് നൈസായിട്ട് പൊടിഞ്ഞത് തന്നെ വേണം. പൊടിഞ്ഞത് നല്ല കല്ലും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് മീതെ ഇത്തിരി മണ്ണിടുക. നല്ല ചുവന്ന മണ്ണാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ മണ്ണായാലും കല്ലും തരികളൊന്നും പാടില്ല. അതുപോലെ തടസ്സങ്ങളുണ്ടാവണ വേര് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു പോട്ടി മിക്സിൽ പാടില്ല. അപ്പം നമ്മൾ വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യരുത്. വളം എന്ന് പറയുന്നത് എല്ലുപൊടിയും ചാണകവും തമ്മിൽ മിക്സ് ചെയ്യാം, പക്ഷെ മണ്ണ് മിക്സ് ചെയ്യരുത്. അതിൻ്റെ കൂടെ മണ്ണ് നമ്മൾ മീതയിലേക്ക് പതുക്കെ പരത്തി കൊടുത്താൽ മതി. പിന്നെ ട്യൂബർ വയ്ക്കുമ്പോൾ നമ്മൾ ട്യൂബറിൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് മണ്ണ് അവിടെ നിന്ന് മാറ്റുക. ഈ ട്യൂബറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതൊന്നും വല്ലാണ്ട് താഴ്ത്തി വെക്കരുത്. മീതിലേക്ക് തന്നെ നിൽക്കാൻ പാകത്തിന്. അപ്പോൾ ഗ്രോത്ത് ടിപ്പ് മുകളിലേക്ക് നിൽക്കാൻ പാകത്തിന് വേണം അത് നടാനായിട്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചട്ടിയിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് കുറച്ച് മൺചട്ടികൾ പഴയതുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു താമര നടാനായിട്ട്. അതൊരു കൗതുകമാണ്. അതായത് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് വെക്കുക. അപ്പോൾ അതിൽ മുട്ട് വരുമ്പോൾ നമുക്കൊരു അതിശയം. അതായത് എന്നോട് കൂടെ വരുമ്പോൾ തോട്ടത്തിൽ ഇങ്ങനെ ചട്ടികളിലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതിലേക്ക് വെക്കാൻ പറ്റുമോ, ഇതൊക്കെ ആദ്യമായിട്ട് കാണണം, അപ്പോൾ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലും വെക്കും, അതുപോലെ തന്നെ മീൻ ചട്ടിയിലും വെക്കാറുണ്ട്. അങ്ങനെ അതൊരു രസം, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ താമര എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം നൽകുന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അപ്പോൾ നമ്മളിനി ഈ ചട്ടിയിൽ ട്യൂബർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കവറോ മീതിലേക്ക് വെച്ചിട്ട് വേണം വെള്ളം അതിലേക്ക് ഒഴിക്കാനായിട്ട്. അത് നിറച്ചും വെള്ളമായിട്ട് ഒഴിച്ചിട്ടോളൂ. അപ്പോൾ തന്നെ ഇലകൾ മുളച്ച് നല്ല ഭംഗിയിൽ നിന്നുള്ളൂ. അപ്പോൾ അതേ കുറച്ച് നാളായിട്ട് ഞാൻ വെച്ച ഒരു താമരയാണ്. അപ്പോൾ അതേ കണ്ട ട്യൂബർ നട്ട പ്ലാന്റ് റണ്ണർ അല്ലെങ്കിൽ ട്യൂബർ ഇതിൽ നടാൻ പറ്റും. അപ്പോൾ അതേ മുട്ട് വന്ന് നിൽക്കണുണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യുക എല്ലാവരും.